വരൂ, നമുക്ക് കുറച്ച് വാഷി ടിപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ജേണൽസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് വാഷി ടേപ്സ്, സ്റ്റിക്കേഴ്സ്, പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ. ഇത് ഇല്ലെങ്കിലും നമുക്ക് ജേണൽസ് ഒക്കെ എഴുതാം. പക്ഷേ ഇതൊക്കെ വെച്ച് നമ്മൾ ജേണൽസ് ഒക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ട് അല്ലെങ്കിൽ ഈസ്തറ്റിക് അല്ലെങ്കിൽ കുറച്ച് ഭംഗിയൊക്കെ തോന്നും. അപ്പോൾ അതിനാണ് കേട്ടോ ഈ സാധനങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ഒരു സ്കെയിലിൻ്റെ പകുതി അളവില്ലേ, ആ അളവിനാണ് വരച്ചെടുത്തത്. എന്നിട്ട് ഇങ്ങനെ 3-4 എണ്ണം അടുപ്പിച്ച് വരച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ചെയ്തെടുത്ത് എന്തിനാണെന്നറിയോ, ഇതേപോലെ നമ്മുടെ ടേപ്സൊക്കെ ചുറ്റി വെക്കാൻ വേണ്ടിയാണ്. അതാകുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നിക്കില്ലേ. പിന്നെ ചുറ്റിയെടുത്ത ആ പേപ്പർ തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് മടക്കി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ അത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കും. അപ്പം നമുക്കൊരു ടേപ്പ് ആയില്ലേ. ഇതാണ് എൻ്റെ ഒരു ആദ്യത്തെ ടേപ്പ്. പിന്നെ രണ്ടാമത്തെ ടേപ്പ് ഇതാണ്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തെടുക്കാം. ഇതേപോലത്തെ പടമൊക്കെ വേണ്ടവർക്ക് അതേപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. സ്മൂത്തി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ബ്രഷ് പെൻ അല്ലെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗി അല്ലെങ്കിൽ സ്മൂത്തി സ്ട്രക്ചർ കിട്ടും ഇതേപോലെ. അങ്ങനെ ഞാൻ 5 പ്ലെയിൻ കളറും പിന്നെ 2 ഡിസൈനുമായിട്ടുള്ളതാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.